വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൺവേർഷനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞത് കൺസൈൻമെന്റ് ആണെങ്കിൽ, ഓക്കെ, ഈ വീഡിയോക്കകത്ത് നമ്മളോട് പറയുന്നത് ഈ പറയുന്ന കൺസൈൻമെന്റ് തന്നെയായിരുന്നു, പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് ജോയിന്റ് വെഞ്ചറിലോട്ട് മാറേണ്ടി വന്നു. സിറ്റുവേഷൻ മനസ്സിലായോ? രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ജോയിന്റ് വെഞ്ചർ തന്നെയായിരുന്നു ടോപ്പിക്, പക്ഷേ ആ ജോയിന്റ് വെഞ്ചറിന്റെ ബിസിനസ് നടത്തുന്നത് ഇതേപോലെ ഒരു ഏജന്റിനെ നിർത്തി കൺസൈൻമെന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് തുടക്കത്തിൽ നിങ്ങൾ ജോയിന്റ് വെഞ്ചർ ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏജന്റ് ആയിട്ട് നിയമിക്കണയാണ്. ഓക്കെ, സോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കൺസൈൻമെന്റ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു പാർട്ട് അങ്ങ് തീർന്നപ്പോൾ നിങ്ങൾ എന്നോട് പറയാണ്, വേണ്ട, ഈ വക പരിപാടി നമുക്ക് ശരിയാവില്ല. ദാറ്റ് മീൻസ് ഏത് കൺസൈൻമെന്റ് എന്ന് പറയുന്ന സാധനം ശരിയാവില്ല, നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാം? ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാം. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ കൺവേർഷൻ ഡേറ്റ് വരെ നമ്മൾ അതിനെ കൺസൈൻമെന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ആഫ്റ്റർ കൺസൈൻമെന്റ് അല്ലെങ്കിൽ ആഫ്റ്റർ കൺവേർഷൻ നമ്മൾ അതിനെ ജോയിന്റ് വെഞ്ചറിലോട്ട് മാറ്റും. ഇവിടെ ഒരു ക്ലബിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഇല്ല. മനസ്സിലായി? ഞാനിപ്പോൾ ഒരു 1000 ഗുഡ്സാണ് നിങ്ങളെ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി കൺസൈൻമെന്റിന്റെ പ്രിൻസിപ്പൾസിന്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചത്. നിങ്ങൾ അതിനകത്ത് 800 യൂണിറ്റ്സ് സെയിൽ ചെയ്തു. അതിനുശേഷം ബാലൻസ് 200 സെയിൽ ചെയ്യാൻ നേരത്താണ് നിങ്ങൾ എന്നോട് പറയുന്നത് ജോയിന്റ് വെഞ്ചർ ആവാം എന്ന്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ 800നെ നമ്മൾ കൺസൈൻമെന്റ് ആയിട്ട് തന്നെ കണക്കാക്കും. മനസ്സിലായി? അതിനുശേഷം മാത്രമാണ് നമുക്കൊരു ഒരു കൺവേർഷൻ ഉണ്ടാവുന്നത്. ഏതിലോട്ട്? ജോയിന്റ് വെഞ്ചറിലോട്ട്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം. Daga of Kolkata sent to Lodha of Kanpur goods costing rupees 40,000 on consignment at a commission of 5% on gross sales. Okay, that means Daga Limited ലോധ ലിമിറ്റഡിന് 40,000 റുപ്പീസിന്റെ ഗുഡ്സ് കൺസൈൻമെന്റ് ആയിട്ട് അയച്ചു കൊടുത്തു. പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? 5% സെയിൽസ്. സെയിൽസിന്റെ 5% കമ്മീഷൻ കൊടുക്കണം. The packaging and the forwarding charges incurred by the consignor amounted to rupees 4,000. 4,000 രൂപ നമുക്ക് ചെലവായിട്ടുണ്ട് ഈ പറയുന്ന 40,000 ഗുഡ്സ് അയക്കാൻ വേണ്ടിയിട്ട്. The consignee paid freight and carriage of 1,000 at Kanpur. സോ ആ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ഇപ്പൊ എത്ര രൂപയായി? 40,000 റുപ്പീസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ആ 40,000ന്റെ കൂടെ 4,000 റുപ്പീസ് നമുക്ക് ചെലവായി, ഫ്രൈറ്റ് ആയിട്ട് ഒരു 1,000 റുപ്പീസ് ചെലവായി, അങ്ങനെ 45,000 റുപ്പീസ് ടോട്ടൽ കോസ്റ്റ് വരും. നമ്മൾ കൺസൈൻമെന്റ് അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ലോധയ്ക്ക് അയച്ചു കൊടുത്തതിന് നമുക്ക് 45,000 റുപ്പീസിന്റെ ചെലവ് വരും. ഇനി പറയുന്നത് എന്താ നോക്കി? 3/4 ഓഫ് ദ ഗുഡ്സ് വർ സോൾഡ് ഫോർ rupees 48,000. അതായത് ടോട്ടൽ കോസ്റ്റ് 45,000 റുപ്പീസ് വന്നു. അതിന്റെ 3/4 എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു? 48,000 റുപ്പീസിന് സെയിൽ ചെയ്തു. ബാലൻസ് 1/4 ഇപ്പോഴും പെൻഡിങ് കിടക്കണേ. Then the consignee remitted the amount due from him to the consignor along with the account sale, but he is desired to return the goods still laying unsold with him as he was not agreeable to continue the arrangement of consignment. അതായത് ബാലൻസ് 1/4 ഈ പറയുന്ന കൺസൈൻമെന്റ് ആയിട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, he was then pursued to continue the joint venture basis, sharing profit or loss is 3:2. അതായത് ബാലൻസ് ഗുഡ്സ് എത്രയാണോ അത് ഈ പറയുന്ന കൺസൈൻമെന്റ് പ്രിൻസിപ്പളായിട്ട് പോകാൻ താല്പര്യമില്ല. നമുക്ക് വേണമെങ്കിൽ 3:2 എന്നുള്ള രീതിയിൽ ഏതുമായിട്ട് മുന്നോട്ട് പോകാം? ജോയിന്റ് വെഞ്ചറുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി ദാഗ then supplied, that means ദാഗ അതിന് എഗ്രി ചെയ്യുന്നു. എന്നിട്ട് ദാഗ അഡീഷണലി എത്രയും കൂടെ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 1/4 ഗുഡ്സ് ഇപ്പൊ ലോധയുടെ കയ്യിൽ പെൻഡിങ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ദാഗ സപ്ലൈഡ് അനദർ ലോട്ട് ഓഫ് ഗുഡ്സ് ഓഫ് 20,000. ദാറ്റ് മീൻസ് ആ സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ 20,000 റുപ്പീസിന്റെ ഗുഡ്സും കൂടെ കൊടുത്തു. ആൻഡ് ലോധ സോൾഡ് ഔട്ട് ഓഫ് ഓൾ ദ ഗുഡ്സ് ഇൻ ദ ഹാൻഡ്സ്. ദാറ്റ് മീൻസ് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കും ഇപ്പൊ അയച്ചു കൊടുക്കുന്ന 20,000 രൂപയുടെ ഗുഡ്സും കൂടെ ചേർത്തി 50,000 രൂപയ്ക്ക് സെയിൽ ചെയ്തു. അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ഉണ്ടായിരുന്ന എന്താ നോക്കി? ദാഗ പെയ്ഡ് എക്സ്പെൻസ് ഓഫ് 2,000 ആൻഡ് ലോധ 1,700 ഫോർ ദ സെക്കൻഡ് ലോട്ട് ഓഫ് ഗുഡ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇത് ജോയിന്റ് വെഞ്ചർ ആയി കഴിഞ്ഞപ്പോൾ ദാഗയ്ക്ക് 2,000 രൂപയുടെ ചെലവും ലോധയ്ക്ക് 1,700 രൂപയുടെ ചെലവുമാണ് ഉണ്ടായത്. പറയാം. Show necessary ledger accounts in the books of both the parties. No final settlement of balance due is yet made. So നമ്മൾ പഠിച്ചതനുസരിച്ച് ആദ്യം കൺസൈൻമെന്റ് എങ്ങനെയാണോ അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഏതിലോട്ട് പോകാം? ജോയിന്റ് വെഞ്ചറിലോട്ട് പോകാം. മനസ്സിലായി? സോ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്ന ഗുഡ്സിന്റെ 3/4 കൺസൈൻമെന്റ് ആയിട്ട് സെയിൽ ചെയ്തു. ബാലൻസ് 1/4 മാത്രമാണ് കയ്യിലുള്ളത്. ആ 1/4 കൂടെ ഇനി നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണലി ഒരു 20,000 റുപ്പീസിന്റെ ഗുഡ്സും കൂടെ നമ്മൾ കൊടുത്തു. സോ ആ ബാലൻസ് ഗുഡ്സും ഇപ്പൊ അയച്ചു കൊടുക്കുന്ന 20,000 ഗുഡ്സും കൺസൈൻമെന്റ് ആയിട്ടല്ല സെയിൽ ചെയ്യുന്നത്, ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ജോയിന്റ് വെഞ്ചർ ആയിട്ട് സെയിൽ ചെയ്യുന്നത് 50,000 രൂപയ്ക്കാണ്. ആ 50,000 രൂപ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 രൂപയുടെ എക്സ്പെൻസും 1,700 രൂപയുടെ എക്സ്പെൻസും ഉണ്ടായി.
അതിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റിനെ ഈ പറയുന്ന 3:2 എന്ന് പറയുന്ന രീതിയിൽ ഷെയർ ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് കൺസൈൻമെന്റ് പഠിക്കാം, എന്നിട്ട് ജോയിന്റ് വെഞ്ചറിലോട്ട് പോവാം. സോ നോക്കിയേ, കൺസൈൻമെന്റ് ഓഫ് ലോദ അക്കൗണ്ട് പറയാം. ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് 40,000 and bank account packing and stitching charges 4,000, freight and carriages 1,000 and commission 2,400. 2,400 എങ്ങനെയാ വന്നേ? 48,000 rupees ആണ് ടോട്ടൽ സെയിൽസ് അല്ലെ. നമ്മളോട് കമ്മീഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എത്ര ശതമാനം? 5% ഓൺ ഗ്രോസ് സെയിൽസ്. ടോട്ടൽ സെയിൽസ് എത്രയാണോ, ടോട്ടൽ സെയിൽസ് എത്രയായിരുന്നു? 48,000. സോ 48,000 ഇൻറ്റു 5%, 2,400 നമുക്ക് കമ്മീഷൻ ആയിട്ട് കൊടുത്തു. സിറ്റുവേഷൻ മനസ്സിലായി? സോ നോക്കിയേ, ഇവിടെ ടോട്ടൽ നമുക്ക് 45,000 rupees ആണ് എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെല്ലിംഗ് കമ്മീഷൻ നമ്മൾ കൂട്ടില്ല, ബാലൻസ് ടോട്ടൽ 45,000 rupees ആണ് പറഞ്ഞത്. ആ 45,000ന്റെ 1/4 നമുക്ക് എന്തായിട്ടും കിടപ്പുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടും കിടപ്പുണ്ട്. സോ എമൗണ്ട് എത്ര വരും? 45,000 ഡിവൈഡഡ് ബൈ 4, 11,250 വരും. സോ ടോട്ടൽ നോക്കി 48,000 പ്ലസ് 11,250 ചേർത്തി 59,250 rupees ആണ് നമുക്ക് പറഞ്ഞത്. എങ്ങനെയായിരുന്നു? സെയിൽസ് ആയിട്ട് 48,000ഉം ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 11,250. ആ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 45,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന്റെ 1/4 ഇപ്പോഴും പെൻഡിങ് ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 11,250 വരും. ഇനി എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ കൺസൈൻമെന്റിൽ നിന്ന് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? ദാഗിക്ക് കൺസൈൻമെന്റിൽ നിന്ന് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? 11,850 rupeesന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ പറയുന്ന 11,250 എന്ന് പറയുന്ന എമൗണ്ടിന്റെ കൂടെ നമ്മൾ അഡീഷണലി ഒരു 20,000 rupeesന്റെ ഗുഡ്സും കൂടെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ജോയിന്റ് വെഞ്ചർ പ്രകാരം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജോയിന്റ് വെഞ്ചർ അവിടെ നിൽക്കട്ടെ, നമുക്ക് കൺസൈൻമെന്റ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഇനി കൺസൈൻമെന്റിനകത്ത് നോക്കുമ്പോൾ നോക്കേ, ലോദ അക്കൗണ്ട് കൺസൈൻമെന്റിന്റെ കീഴിൽ തന്നെ വരുന്ന ലോദ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. കൺസൈൻമെന്റ് അക്കൗണ്ട് സെയിൽസ് 48,000 rupees ഉണ്ട്. അതിനകത്ത് കൺസൈൻമെന്റ് എക്സ്പെൻസസ് ആയിട്ട് 1,000 ഉണ്ട്, കൺസൈൻമെന്റ് കമ്മീഷൻ ആയിട്ട് 2,400 വരും, ബാലൻസ് ക്യാഷ് ആയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടണം? 44,600 rupees കിട്ടി. നമ്മൾ ആ കൺസൈൻമെന്റിനെ സെറ്റിൽ ചെയ്തു. ഓക്കെ, നമ്മൾ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് ആരുടെ അക്കൗണ്ടിലായിരുന്നു? ദാഗയുടെ അക്കൗണ്ടിലായിരുന്നു അല്ലെ, സോറി, ദാഗയുടെ ബുക്സിനകത്തായിരുന്നു. സോ ആദ്യം കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ചു, ആ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു, നമുക്ക് 11,800 rupeesന്റെ പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി കൺസൈൻമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ലോദയുടെ അക്കൗണ്ട് വരച്ചു, നമുക്ക് ക്യാഷ് ആയിട്ട് എത്ര രൂപയും കൂടെ കിട്ടാണ്ട് 44,600 rupees ക്യാഷ് ആയിട്ട് കിട്ടി, നമ്മൾ സെറ്റിൽ ചെയ്യും. ഈ കൺസൈൻമെന്റിൽ തന്നെ ലോദയുടെ ബുക്സ് നോക്കി, ലോദയുടെ ബുക്ക് നോക്കി, നമ്മൾ ഇപ്പോഴും ജോയിന്റ് വെഞ്ചറിലോട്ട് കിടന്നിട്ടില്ല. ഓക്കെ, കൺസൈൻമെന്റിൽ തന്നെ ലോദയുടെ ബുക്ക് നോക്കി, ദാഗ അക്കൗണ്ട് ആസ് എ കൺസൈനർ ടോട്ടൽ 48,000 rupeesന് നമ്മൾ സെയിൽ നടത്തി അല്ലെ. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് 1,000 rupees ആയി, കമ്മീഷൻ 2,400 ആയി, ബൈ ബാങ്ക് റെമിറ്റൻസ് എന്ന് പറഞ്ഞ് 44,600 rupees കാണിച്ചു. ക്ലോസ് ആയി പോയി. ക്ലോസ് ആയി എന്ന് വെച്ചാൽ ഇവിടെ ക്യാഷ് ആയിട്ട് കൺസൈനർക്ക് 44,600 കിട്ടി, കൺസൈനി 44,600 rupees കൊടുത്തായിട്ട് നിർത്തും. ഇവിടെ നമ്മൾ ഇപ്പോഴും ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല, നമ്മൾ കൺസൈൻമെന്റിനെ കുറിച്ചാണ് പറയണേ ആണല്ലോ. ഒരിക്കൽ കൂടെ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുന്നു, ശ്രദ്ധിക്കണേ, കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ബാലൻസ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുന്നു. ഇനി കൺസൈനഡ് അക്കൗണ്ട് വരയ്ക്കുന്നു, ലോദയുടെ അക്കൗണ്ട് വരയ്ക്കുന്നു, ലോദ നമുക്ക് 44,600 rupees തന്നു എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. ആരുടെ അക്കൗണ്ട് വരയ്ക്കണം? ഇനി ലോദയുടെ ബുക്സിനകത്ത് കൺസൈൻമെന്റ് പ്രകാരമുള്ള ദാഗയുടെ അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കി, ഇത് തന്നെ 48,000 rupeesന് സെയിൽ നടന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഴുതി. മനസ്സിലായി? ഇനി നമുക്ക് ജോയിന്റ് വെഞ്ചറിന്റെ അക്കൗണ്ട് വരയ്ക്കാം, എന്നിട്ട് അത് പ്രകാരമുള്ള ദാഗയുടെയും ലോദയുടെയും ബുക്സ് നോക്കാം. ജോയിന്റ് വെഞ്ചറിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? നിലവിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 11,000 എത്രയായിരുന്നു? നിലവിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 11,250 rupeesന്റെ ഗുഡ്സ് അവിടെ കിടപ്പുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വരച്ചാലേ നമുക്ക് ബാക്കിയുള്ള പറയാൻ പറ്റുള്ളൂ. നോക്കി, സോ നിലവിൽ ദാഗ അക്കൗണ്ട് എന്ന് പറഞ്ഞ 11,250 rupeesന്റെ ഗുഡ്സ് കിടപ്പുണ്ട്. അത് ആര് കൊണ്ടുവന്ന? ദാഗയുടെ അല്ലെ. കൂടാതെ എഗെയിൻ ദാഗ ഒരു 20,000 rupeesന്റെ ഗുഡ്സും കൂടെ അയക്കുന്നുണ്ട്. സോ 11,250 പ്ലസ് 20,000. ഇനി ഉണ്ടായ എക്സ്പെൻസുകൾ എന്തൊക്കെയാന്ന് നോക്കി. ദാഗയ്ക്ക് ഒരു 2,000 rupeesന്റെ എക്സ്പെൻസ് ഉണ്ടായി, ലോദയ്ക്ക് ഒരു 1,700 rupeesന്റെ എക്സ്പെൻസ് ഉണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെൻസസ് ആയിട്ട് പറഞ്ഞത്. ഈ ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്തത് എത്ര രൂപയ്ക്കാണ്? 50,000 rupeesനാണ്. സോ ബാലൻസ് പ്രോഫിറ്റ് എത്ര വരും നോക്കാം. 50,000 മൈനസ് 11,250 minus 20,000
minus 2000 minus 1700. Total 15,050 rupees വരും into 3/2. വീതിക്കുമ്പോൾ സോറി 3/2 അല്ലല്ലോ, എത്ര ശതമാനമായിരുന്നു? 3:2. സോ 150 into 3/5 ചെയ്യുമ്പോൾ ഇതുണ്ടോ, ദാഗയ്ക്ക് 9,630 ഇതിൽ നിന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടണം, ലോതയ്ക്ക് 6,020 ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടണം. ചെയ്ത കാര്യം മനസ്സിലായി? സോ ജോയിന്റ് വെഞ്ചർ വരച്ചാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കൺസൈൻമെന്റ് കഴിഞ്ഞു. കൺസൈൻമെന്റിനകത്ത് ബാലൻസ് കിടക്കുന്ന 11,250 ഗുഡ്സ് ഉണ്ട്. കൂടാതെ ഒരു അഡീഷണൽ 20,000 റുപ്പീസിന്റെ ഗുഡ്സ് വന്നു. രണ്ടുപേർക്കും എക്സ്പെൻസ് ഉണ്ടായി. ബാലൻസ് പ്രോഫിറ്റ് 15,050 വരും. ആ 15,050 നമ്മൾ ഷെയർ ചെയ്തു. നമുക്ക് ദാഗയ്ക്ക് 9,030 കിട്ടണം, ലോതയ്ക്ക് എത്രയും വരും? 6,020 പ്രോഫിറ്റ് ആയിട്ട് കിട്ടണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് അവരുടെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് നോക്കാം. ജോയിന്റ് വെഞ്ചർ വിത്ത് ലോത അക്കൗണ്ട് പറയട്ടെ. പറയുമ്പോൾ കൺസൈൻമെന്റ് ടു ലോത അക്കൗണ്ട് 11,250 ബുക്സ് ഏത് നമ്മൾ കൊടുത്തു? ഗുഡ്സ് നമ്മൾ കൊടുത്തു. നമ്മൾ ദാഗയുടെ ബുക്സിനകത്താണ് വരയ്ക്കണേ അല്ലേ? സോ കൺസൈൻമെന്റ് ടു ലോത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് 11,250 ട്രാൻസ്ഫർ ചെയ്തു. ഗുഡ്സ് അക്കൗണ്ട് 20,000 റുപ്പീസ് നമ്മൾ കാണിച്ചു. ഇപ്രാവശ്യം അഡീഷണൽ ആയിട്ട് കൊടുത്തത് ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ 2,000 റുപ്പീസും കൂടെ കാണിച്ചു. ആൻഡ് അഡീഷണലി പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ഒരു 9,030 കൂടെ കിട്ടണം. അങ്ങനെ ടോട്ടൽ നമുക്ക് ലോതയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ എമൗണ്ട് ആയിട്ട് കിട്ടണം? 42,280 റുപ്പീസ് കിട്ടണം. നമ്മൾ അത് ബാലൻസ് ആയിട്ട് കാണിച്ചു. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടാണ് അല്ലേ? ഇനി ലോതയുടെ ബുക്സിനകത്ത് നോക്കി ആ എമൗണ്ട് ഓർത്തിരുന്നാണ് 42,280 റുപ്പീസ്. ഇനി ലോതയുടെ ബുക്സ് നോക്കി, ജോയിന്റ് വെഞ്ചർ വിത്ത് ദാഗ അക്കൗണ്ട് ടോട്ടൽ സെയിൽസ് നടത്തിയത് 50,000 രൂപയ്ക്കാണ് അല്ലെ? ആ 50,000 രൂപയ്ക്ക് ക്യാഷ് ആയിട്ട് എക്സ്പെൻസ് ഉണ്ടായിരുന്നത് 1,700 രൂപയാണ്. ആർക്കുണ്ടായത്? ലോതയ്ക്ക് ക്യാഷ് ആയിട്ട് എക്സ്പെൻസ് ഉണ്ടായിരുന്നത് 1,700 രൂപയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ പ്രോഫിറ്റ് ആയിട്ട് എത്ര രൂപ കിട്ടണം? 6,020 രൂപ കിട്ടണം. സോ ഈ 50,000 നിന്ന് 1,700 6,020 മൈനസ് ചെയ്താൽ ബാലൻസ് എത്ര വരും? 42,280 വരും. ഈ എമൗണ്ട് ആർക്ക് കൊടുക്കാനുള്ളതാ? ദാഗയ്ക്ക് കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ദാറ്റ് മീൻസ് ആദ്യം കൺസൈൻമെന്റ് ചെയ്ത് തീർക്കുക. കൺസൈൻമെന്റിന് ശേഷം ആ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ ഏതിനകത്തോട്ട് കൊണ്ടുവരിക? ജോയിന്റ് വെഞ്ചറിനകത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ജോയിന്റ് വെഞ്ചറിന്റെ പ്രോബ്ലം ചെയ്യാം. മനസ്സിലായി? ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു കാര്യമായിട്ട് കാണാം, വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.